സംസ്ഥാനത്ത് ബസ് സമരവുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. ജൂൺ മാസം 7-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ബസ് ഉടമകൾ കടക്കുന്നു. ഗതാഗത മന്ത്രിയിൽ നിന്ന് ഇതുവരെ ഉറപ്പൊന്നും ലഭിച്ചില്ലെന്നും ബസ് ഓണേഴ്സ് സംയുക്ത സമരസമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ സമരം ന്യായീകരിക്കാനാവില്ല എന്നും 1 വർഷം മുൻപാണ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കൺസെഷൻ എങ്ങനെയാകണമെന്ന് അവർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. KSRTC കൺസെഷൻ വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ളതുപോലെ സമ്പൂർണ്ണമായ സൗജന്യ യാത്ര കൊടുക്കാൻ പാടില്ല എന്ന് എങ്ങനെയാണ് പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് പറയാൻ കഴിയുക? വിദ്യാർത്ഥികളുടെ KSRTC കൺസെഷൻ എടുത്തു കളയണമെന്നൊരു വാദം കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. ഏതായാലും ഇന്നാണ്ടൊരു നിവേദനം കിട്ടിയത്. നിവേദനത്തിലെ ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷവും ഗവൺമെൻറ് നേരത്തെ നടപ്പിലാക്കിയതോ അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നതാണ്. വൈപ്പിൻ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം, സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ശുപാർശ വന്നിട്ടുണ്ട്. അതോടൻ തന്നെ തീരുമാനമാകാൻ പോകുന്നത് അവർക്കും അറിയാം. ആ പശ്ചാത്തലത്തിലാണ് ആ ആവശ്യം കൂടി ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില വിദ്യാർത്ഥി കൺസെഷനെ സംബന്ധിച്ച് ഒരു കമ്മീഷനെ നിലവിൽ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷനുമായി നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. അതും കൂടി ഇന്നലെ അറിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ സമരം പ്രഖ്യാപിച്ചത്. ആ കമ്മീഷനുമായിട്ട് ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കമ്മീഷൻ കഴിയുന്നതും വേഗം വിദ്യാർത്ഥി കൺസെഷനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നന്ദകുമാർ ചേർന്നു. നന്ദകുമാർ, ഇതിനകത്ത് ബസ് സമരവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങൾ എന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്? ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് ബസ് ഉടമകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ എന്താണ്? പ്രധാനമായും സർക്കാരിന്റെ നിലപാട് എങ്ങനെയാണ് ആവശ്യങ്ങളോട്? അപർണ, പ്രധാനമായി വിദ്യാർത്ഥി കൺസെഷൻ 5 രൂപയാക്കണമെന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ച സമയത്ത് 2 മാസത്തിനകം വിദ്യാർത്ഥി കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നൊരു ഉറപ്പും സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം നൽകിയിരുന്നു. ആ ഒരു ഉറപ്പ് പാലിക്കാൻ ഇതുവരെയും സർക്കാരിന് സാധിച്ചിട്ടില്ല. അങ്ങനെ പല പ്രാവശ്യം ഗതാഗത കമ്മീഷണറും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രിയുമായി സ്വകാര്യ ബസ് ഉടമകൾ ചർച്ച നടത്തിയെങ്കിലും അതൊന്നും തന്നെ ഈ ഫലവത്തായില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു സമര പ്രഖ്യാപനം നടത്താൻ സ്വകാര്യ ബസ് ഉടമകൾ തയ്യാറായത്. ഇതിനു മുമ്പും സ്വകാര്യ ബസ് ഉടമകൾ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്ധന സെസ് അടക്കം ഉയർത്തിയ സാഹചര്യത്തിൽ അതടക്കം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോഴാണ് വീണ്ടും ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തി ആവശ്യങ്ങൾ പരിഗണിക്കാം എന്നുള്ള ഉറപ്പിന്മേൽ സ്വകാര്യ ബസ് ഉടമകൾ ഇതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മാസങ്ങൾ പിന്നിട്ടിട്ടും വിദ്യാർത്ഥി കൺസെഷൻ നിരക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ഉന്നയിക്കുന്ന പല ആവശ്യങ്ങൾ, അത് മാത്രമല്ല ഈ കൺസെഷൻ നിരക്കിന്റെ ടിക്കറ്റ് 50% ആക്കണമെന്നും കൺസെഷന്റെ പ്രായപരിധി നിശ്ചയിക്കണമെന്നും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റ് നിലനിർത്തണം എന്നിവയാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കാമെന്നൊരു നിർദ്ദേശമാണ് പല ആവർത്തി ഗതാഗത മന്ത്രി ആന്റണി രാജു സ്വകാര്യ ബസ് ഉടമകൾക്ക് നൽകുകയും ചെയ്തത്. എന്നിട്ടും അതിൽ ഫലവത്താവാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ ഒരു സമരത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജൂൺ 1-ന് സ്കൂൾ തുറക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറന്ന് തൊട്ട് അടുത്ത ആഴ്ച സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക് നീങ്ങുമ്പോൾ അത് വലിയ തോതിൽ ഗതാഗത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഏകദേശം 7500 സ്വകാര്യ ബസ് ഉടമകളാണ് ഇപ്പോൾ ഈ ഒരു സമര പ്രഖ്യാപനം സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത്. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജുവുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്കിനായുള്ള നോട്ടീസ് സംയുക്ത സമരസമിതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. കാരണം ഗതാഗത മന്ത്രി ആന്റണി രാജു സൂചിപ്പിച്ച പോലെ തന്നെ പല ആവശ്യങ്ങളും വരും ദിവസങ്ങളിൽ പരിഗണിക്കുമെന്നും ഇവരുടെ ആവശ്യങ്ങൾ നേരത്തെ കേട്ടതാണെന്നും ഈ ആവശ്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കാനിരിക്കുകയാണെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമകൾ പറയുന്ന സാഹചര്യത്തിൽ സമരത്തെ ന്യായീകരിക്കാനാവില്ല എന്നൊരു നിലപാട് സർക്കാർ എടുത്തിരിക്കുന്നു. ഈ തുടക്കത്തിൽ തന്നെ ചർച്ച പരാജയപ്പെട്ട സ്ഥിതിക്ക് ഈ സമരത്തിലേക്ക് ഉടമകൾ കടക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അത് സ്വാഭാവികമായും ബാധിക്കുന്നത് പൊതുജനങ്ങളെ തന്നെ. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകൻ ഡിജോ കാപ്പൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഡിജോ കാപ്പൻ, വീണ്ടും ഒരു സമരത്തിലേക്ക് കടക്കുമ്പോൾ ന്യായമായ ആവശ്യമാണ് തങ്ങളുടെ ഭാഗത്തു നിന്ന് ബസ് ഉടമകൾ പറയുന്നത്, പ്രധാനമായും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ ആവശ്യം ഒരു കണക്കിലും നീതീകരിക്കാനാവില്ല എന്നൊരു നിലപാട് സർക്കാർ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനിയുള്ളത് 7-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ജനങ്ങൾ സഹിക്കുക എന്നുള്ള ഒരു വിഷയമായിരിക്കും. ഈ ബസ് ഉടമകൾ ഉയർത്തുന്ന ആവശ്യം നീതീകരിക്കത്തക്കതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, എസ്ഐആർക്ക് സമരം ചെയ്യാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സമരം ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സർക്കാർ കൊടുത്ത
ഒരു പെർമിറ്റ് ഉണ്ട്, അത് സറണ്ടർ ചെയ്തിട്ട് സമരം ചെയ്യാവുള്ളൂ എന്നാണ് ഹൈക്കോടതി പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇവർ പറയുന്ന ഒരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ചാർജ് വർദ്ധിപ്പിക്കണം എന്നാണ്. അതായത് 1000 ബസ് സർവീസുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഒരു ബസ് ഉടമ സംഗമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പ്രകാശിന്റെ ഉടമ അദ്ദേഹമായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാനൊക്കെ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹം പറയുന്നത് മാതാപിതാക്കളാണ് വിദ്യാർത്ഥികളുടെ പണം കൊടുക്കുന്നത്, അതുകൊണ്ട് പിള്ളേരുടെ 10 പൈസ മേടിച്ചാൽ മതി, അതിനും കൂടെ മാതാപിതാക്കളുടെ ചാർജ് കൂട്ടിയാൽ മതി, അതാണ് ഞങ്ങൾക്ക് സൗകര്യം, പിള്ളേരുടെ ഈ ചില്ലറ പൈസ ഒക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം ഉപകാരപ്പെടും എന്ന് പറഞ്ഞ് കാലാകാലങ്ങളിൽ ഇത് കൂട്ടാതിരുന്നു. പിന്നെ ബാലകൃഷ്ണപിള്ള ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്ന ഒരു സമയത്ത് അദ്ദേഹമാണ് പിന്നെ ഈ 10 പൈസ എന്നുള്ളത് 25, പിന്നെ കാലാകാലങ്ങളിൽ വർധനവില് അതിന്റെ 25% ചാർജ് വർദ്ധിപ്പിക്കാനായിട്ട് അന്ന് തീരുമാനമെടുത്തിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ പൊതുഗതാഗതം കേരളത്തിൽ ഇത്രയും എക്സ്പെൻസീവ് ആയത്. അതായത് വിദ്യാർത്ഥികളുടെ ചാർജും കൂടി മാതാപിതാക്കളിൽ നിന്ന് ഈടാക്കിക്കോളാൻ അന്നത്തെ സംഘടനാ നേതാക്കളെ കമ്മിറ്റിക്കാർ പറഞ്ഞു. ഇന്നിപ്പം ബസ് 7000 ഉള്ളൂ എന്ന് ഇവർ വിലപിക്കുന്നു, സ്വകാര്യ ബസ്. പക്ഷെ അവർക്ക് 10ഓ 16ഓ സംഘടനകളുണ്ട്. ഈ സംഘടനകൾ തമ്മിലുള്ള ഒരു മത്സരം, തങ്ങളുടെ സംഘടനയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളാണ് നിങ്ങൾക്ക് ചാർജ് കൂട്ടി മേടിച്ചു തരുന്നത് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഈ പൊതുഗതാഗതത്തെ ഇപ്പോഴത്തെ സംഘടനാ നേതൃത്വം നശിപ്പിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ഇപ്പൊ തൊട്ടടുത്ത സംസ്ഥാനത്ത് 5 രൂപയാണ് മിനിമം ചാർജ്. ബോംബെയില്, ഗുജറാത്തില് ഒക്കെ 5 രൂപ നിരക്കിലാണ് പൊതുജനങ്ങൾ അവിടെ യാത്ര ചെയ്യുന്നത്. ഇവിടെ 10 രൂപ. അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മിനിമം ചാർജിൽ യാത്ര ചെയ്യുന്നതിന് ഇരട്ടി പണം കൊടുത്തിട്ടും ഇവര് നഷ്ടമാണ്. പിന്നെ ഇത് എന്തിനാണ് ഇവരിങ്ങനെ നഷ്ടത്തിന് ഇവർ നടത്തുന്നത്? യാത്രക്കാർക്കും ഗുണമില്ല. സാമൂഹ്യ അകലം പാലിക്കേണ്ടതിന്റെ പേരിൽ കോവിഡ് കാലഘട്ടങ്ങളിൽ ബസ് ചാർജ് ഭയങ്കരമായി കൂടുകയും അന്നും കൂട്ടിക്കൊടുത്തു കേരളത്തിൽ മാത്രം. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ യാത്രക്കാർ ഒരു നല്ലൊരു ഭാഗം ബസ്സിൽ നിന്ന് സ്വന്തം വാഹനത്തിലോട്ട് മാറിക്കയറി. ഇനി ആളുകളെ വിളിച്ചു കയറ്റുന്ന ഒരു സ്ഥിതിയിലോട്ട് വരികയാണ് പൊതുഗതാഗതത്തിൽ. അപ്പൊ ഈ പൊതുഗതാഗതം നശിപ്പിച്ചാൽ കേരളത്തിലെ റോഡുകൾക്ക് താങ്ങാൻ മേലാത്ത സ്വകാര്യ വാഹനങ്ങൾ കേരളത്തിലെ നിരത്തുകളിൽ വരും. ഇവരൊരു വലിയ സാമൂഹ്യ തിന്മയാണ് ഈ ബസ്സുടമ സംഘം ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവര് കാലാകാലങ്ങളിൽ സർക്കാരിനെ മുൾമുലയിൽ നിർത്തി എല്ലാ കാലഘട്ടങ്ങളിലും ചാർജ് വർദ്ധിപ്പിച്ച് ഇപ്പം പറയുമ്പോൾ കേൾക്കുമ്പോൾ ശരിയാണ്, പിള്ളേരെ 1 രൂപ വല്ലതും ഉണ്ടോ? പക്ഷേ ആ 1 രൂപ ആകാനുണ്ടായ കാരണം ആ ഇരട്ടി പണം ഞങ്ങൾ കൊടുക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ചാർജ് കേരളത്തിൽ പൊതുജനങ്ങൾക്കാക്കിയിട്ട് വിദ്യാർത്ഥികളുടെ ചാർജ് കൂട്ടിക്കോട്ടെ, നമുക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഇവര് പറഞ്ഞ ചെലവ് കൂടിയെന്ന്. ഈ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേ ഡീസൽ വിലയും ഇതേ വണ്ടിയുടെ വിലയും ഇതേ ടയർ വിലയും ഒക്കെയാ. അപ്പൊ പിന്നെ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ പഠിക്കണം. അല്ലാതെ സമരം മുൾമുന്നിൽ നിർത്തി ജനങ്ങളെ മുൾമുനയിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയും ഇവർ കാര്യം നേടുക എന്ന് പറയുന്നത് ശരിയല്ല. ഗവൺമെന്റ് ഇവരുടെ മുന്നിൽ മുട്ടുമടക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ശ്രീ ഡിജോ കപ്പൻ, ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിക്കണം പ്രധാനമായും, അങ്ങനെ ഒരു ആവശ്യം കൂടെ ബസ് ഉടമകളുടെ ഭാഗത്തുനിന്നുണ്ടല്ലോ. അതായത് അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രഥമ പരിഗണന നൽകേണ്ട വിഷയങ്ങൾ പരിപൂർണമായുള്ള ഒരു പരിഗണനയിലേക്ക് സർക്കാർ പോയിട്ടില്ല എന്നുള്ള ഒരു നിരീക്ഷണം കൂടി ബസ് ഉടമകളുടെ ഭാഗത്തുനിന്നുണ്ടല്ലോ. ആ ഒരു ജസ്റ്റിസ് രാമേന്ദ്രൻ പ്രൈവറ്റ് ബസ് ഉടമ സംഘത്തിന്റെ വക്കീലായിരുന്നു നേരത്തെ മുൻകാലങ്ങളിൽ. അദ്ദേഹം ഈ കമ്മീഷൻ ഒക്കെ ജഡ്ജി ആവുന്നതിന് മുമ്പ്, അത് കഴിഞ്ഞ് കമ്മീഷൻ ഞങ്ങളത് പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ ഒരു അനുകൂലം ഒരു റിപ്പോർട്ട് എഴുതിക്കുന്നതിന് ഒരു മുടക്കമുള്ളതല്ലോ. എന്താ ജസ്റ്റിസ് രാമേന്ദ്രൻ അതിനകത്ത് ജസ്റ്റിസ് രാമേന്ദ്രനെ അന്ന് ചുമതലപ്പെടുത്തിയപ്പം 5 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ 5 കാര്യങ്ങളിൽ അദ്ദേഹം 4 കാര്യങ്ങളും ബസ് ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള ചെയ്തു കൊടുത്തു. ഞങ്ങളുടെ അതായത് യാത്രക്കാരുടെ പക്ഷത്ത് നിന്ന്, അതായത് ദൂരത്തിനനുസരിച്ചല്ല ഇന്ന് കേരളത്തിൽ പലയിടത്തും ബസ് ചാർജ് വാങ്ങുന്നത്. ഫെയർ സ്റ്റേജിലെ അപാകത പരിഹരിക്കണം. അതും കൂടി, അത് മാത്രം അദ്ദേഹം ചെയ്തു കൊടുത്തില്ല. ആ ഒറ്റ കാര്യം മതിയല്ലോ. അദ്ദേഹത്തിന്റെ കൂറ് കേരളത്തിലെ അദ്ദേഹത്തിന് എല്ലാ മാസവും 50,000 രൂപ വെച്ച് പൊതുഖജനാവിൽ നിന്ന് ഓണറേറിയം കൊടുത്തുകൊണ്ടിരുന്ന അത് വാങ്ങിക്കുന്ന ആളുകളോടായിരുന്നോ അതെയോ പ്രൈവറ്റ് ബസ് ഉടമകളോടായിരുന്നോ എന്നുള്ളത് ആ ഒറ്റ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ശ്രീ ഡിജോ കപ്പൻ, ഈ ബസ് യാത്രക്കാരുടെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രായപരിധി സംബന്ധിച്ചും വ്യത്യാസപ്പെടുത്തണമെന്നുള്ള പറയുന്നത് അതും നീതീകരിക്കാൻ കഴിയില്ലാത്ത ആവശ്യം തന്നെയാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, പഠിക്കാൻ പാടില്ലെന്ന് ആരോടേലും പറയാൻ പറ്റുമോ? ഇപ്പൊ 90 വയസ്സുള്ള ആളുകളും ലൈബ്രറിയിൽ പോവുകയും ബുക്ക് എടുത്ത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. അവരോട് തനിക്ക് പ്രായമായി, അല്ലെ താൻ 50 വയസ്സ് കഴിഞ്ഞ് പുസ്തകമൊന്നും വായിക്കണ്ട
താൻ പഠിക്കേണ്ടെന്ന് ഇനി പറയാൻ പറ്റുമോ? ഇവിടെ ഭാരതത്തിലുള്ള ഏത് പൗരനും ഏത് കാലത്തും പഠിക്കാം. അവൻ റെഗുലർ കോളേജിലെ വിദ്യാർത്ഥിയാണെങ്കിൽ ആ റെഗുലർ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഇത് കൊടുക്കാം. പക്ഷെ ഇവര് പറയുന്ന എണ്ണമൊന്നും ഇല്ല. അങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ ഇവര് വെറുതെ ഒരു പ്രചരണത്തിനും മാധ്യമങ്ങളെ തെറ്റായ നിലയിലോട്ട് ചിന്തിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ഇന്നിപ്പം നമുക്കറിയാം ഇവര് പറയുന്ന ഇവരുടെ യാത്രക്കാരുടെ 80% വിദ്യാർത്ഥികളാണെന്ന്. എന്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവര് പറയുന്നത്? എത്ര നേരത്തെയാണ് വിദ്യാർത്ഥികൾ മുഴുവൻ രാവിലെ മുതൽ ബസ്സേ കയറിയിരുന്നാണ് പഠിക്കുന്നത്. വിദ്യാർത്ഥികളെ അരമണിക്കൂർ നേരം, അതായത് രാവിലെ മിക്ക ബസ്സുകളിലും ഒരു 8:30 അല്ല 8:45 മുതൽ 9:45 വരെയുള്ള സമയത്തും വൈകിട്ട് 4 മുതൽ 5:30 വരെയുള്ള സമയത്തേ ഉള്ളൂ. ആ സമയത്ത് ബസ്സുകൾ നിർത്തിക്കൊണ്ട് പോകാവുന്ന യാത്രക്കാരുടെ ശ്രീ ഡി ജോക്കപ്പൻ ദയവായി ഒന്ന് നമുക്കൊപ്പം തുടരുക. ഇപ്പോൾ ബസ് ഓണേഴ്സ് ഫെഡറേഷന്റെ ഭാരവാഹി നേതാവ് ശ്രീ പി ഗോപിനാഥ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പി ഗോപിനാഥ്, നീതീകരിക്കത്തക്ക ആവശ്യങ്ങളല്ല സംഘടനയുടെ ഭാഗത്തുനിന്ന് ബസ് ഉടമകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു നിലപാട് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്, യാത്രക്കാരുടെ ഭാഗത്തുനിന്നും ആ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു. ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും ഒരു സമരത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുള്ള ഒരു നീക്കം ഉടമകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെടില്ലേ? ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2022 മെയ് മാസം യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ അല്പം സമയം വേണം എന്നാണ് ഗവൺമെന്റ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ച ഉത്തരവിൽ തന്നെ പറയുന്നത് ജസ്റ്റിസ് രാമേന്ദ്രൻ 2022 നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്ന് ആ ഉത്തരവിൽ പറയുന്നുണ്ട്. ആ ജസ്റ്റിസ് രാമേന്ദ്രൻ കൊടുത്ത റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്ത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും മറുഭാഗത്ത് യാത്രക്കാരുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചാലേ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ പകുതി ഭാഗം മാറ്റിവെച്ച് പകുതി ഭാഗം നടപ്പിലാക്കിയാൽ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഗതാഗത വിദഗ്ധനും ഒരു ധനകാര്യ വിദഗ്ധനും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടാണ്. അപ്പൊ ആ റിപ്പോർട്ട് സർക്കാർ നടപ്പിലാക്കാതെ 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ പരിഗണിക്കാന്ന് പറഞ്ഞ് പിന്നെ സർക്കാർ ഒരു കമ്മീഷനെ വെച്ച് ഇപ്പൊ 8 മാസം കഴിഞ്ഞിട്ടും അതിൽ നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ബസ്സുകൾ കയറുന്ന യാത്രക്കാർ ഇപ്പൊ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. സാധാരണ യാത്രക്കാരൊക്കെ ശ്രീ ഡിജോക്കാപ്പൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അവരൊക്കെ സ്കൂട്ടറിലും മറ്റെല്ലാം കയറി പോകുന്നത്. ഇപ്പൊ കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു, അവർ പോലും ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറായിട്ട് പോയിരിക്കുക. ഇപ്പൊ ബസ്സുകൾ കയറുന്ന യാത്രക്കാർ മുഴുവൻ വിദ്യാർത്ഥികളെ മാത്രം കയറ്റിക്കൊണ്ട് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിലുള്ള വർധനവാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അത് മാത്രമല്ല, ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഡിജോക്കാപ്പൻ ഈ രാജ്യത്തൊന്നുമല്ല ജീവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ 140 കിലോമീറ്റർ അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ KSRTC ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുക. 140 താഴെ വരുന്ന സ്വകാര്യ ബസ്സുകൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളൊക്കെ ഒഴിവാക്കാൻ KSRTC തീരുമാനിച്ചിരിക്കുക. അതുമാതിരി തന്നെ എറണാകുളത്ത് വൈപ്പൻ പറവൂർ റൂട്ടിലെ ബസ്സുകളൊക്കെ KSRTC ഏറ്റെടുക്കാൻ പോവുക. അപ്പൊ ഇതൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നതല്ല KSRTC. ജനങ്ങൾക്ക് സൗകര്യപ്രദമായ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് പറയുമ്പോൾ ഈ KSRTC കൊണ്ട് സർക്കാർ ശമ്പളം കൊടുക്കുന്ന, സർക്കാർ ഡീസൽ അടിക്കാൻ പണം കൊടുക്കുന്ന, സർക്കാർ ജയ്സ് വാങ്ങി കൊടുക്കുന്ന ഈ KSRTC കൊണ്ട് ഈ സ്വകാര്യ ബസ്സുകൾ ചെയ്യുന്ന സേവനങ്ങൾ നടത്താൻ കഴിയും, നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അത്തരം കാര്യങ്ങളിൽ ഡിജോക്കാപ്പൻ ഇടപെടാതെ അദ്ദേഹം കേവലം വിദ്യാർത്ഥികളുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്ത് ഏത് മേഖലയിലാണ് എന്തൊക്കെ തരത്തിലുള്ള കൺസെഷനാണ് ലഭിക്കുന്നത് പരിശോധിക്കണം. നിങ്ങൾ അതും കൂടി പരിശോധിക്കണല്ലോ. ബസ്സിൽ കയറുമ്പോൾ മാത്രം കൺസെഷൻ കൊടുക്കണം, ബാക്കി ഒരു മേഖലയിലും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കച്ചവട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ 50,000, 60,000 ലക്ഷം ഒക്കെ കൊടുത്ത് സീറ്റ് വാങ്ങുന്നവരും മാസം 10,000, 20,000 ഒക്കെ ഫീസ് കൊടുക്കുന്നവർക്കും ഞങ്ങൾ ബസ്സിൽ കയറിയ 1 രൂപയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. ഈ വിദ്യാർത്ഥികളെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയാൽ അവർ ശൗചാലയങ്ങൾ ഉപയോഗിച്ചാൽ പോലും 5 രൂപയാണ് അവർ കൊടുക്കേണ്ടി വരിക. അപ്പൊ ബസ്സിൽ കയറിയാൽ മാത്രം 1 രൂപ കൊടുത്ത് 97 രൂപ ഡീസലിന് വിലയുള്ളപ്പോ 1 ലിറ്റർ ഡീസൽ അടിക്കാൻ 97 രൂപ കൊടുക്കേണ്ട സാഹചര്യത്തിൽ സർക്കാർ ഇപ്പൊ വീണ്ടും 2 രൂപ ഡീസലിന് 1 ലിറ്റർ ഡീസലിന് വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചു തരാൻ സർക്കാർ ഞങ്ങളുടെ സമരം പിൻവലിച്ച സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ല. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസം പോലും തുടരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കും നിലവിൽ ഓടിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ പെർമിറ്റുകൾ അതേപടി തുടരാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ജൂൺ 7 മുതൽ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് മന്ത്രിയെ കണ്ടിരുന്നു, മന്ത്രിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. മന്ത്രിയുടെ പ്രതികരണം പിന്നീട് അറിയിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. ശ്രീ ടി ഗോപിനാഥ്, നേരത്തെ ഡിജോക്കപ്പൻ പറഞ്ഞു നിർത്തിയ ഒരു വിഷയം എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, കാലാകാലങ്ങളായി ചർച്ചകൾ നടത്തുന്നു, സർക്കാരുമായിട്ടുള്ള സമവായവും പരിഹാര ശ്രമങ്ങളും എല്ലാം നടത്തുന്നു. അപ്പോഴെല്ലാം ഈ പൗരന്മാരുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ ആ രീതിയിൽ തുടരുക, പകരം പൗരന്മാരുടെ ടിക്കറ്റ് നിരക്ക് കൂട്ടുക, അങ്ങനെ ഒരു നിലപാടിലേക്ക് പലതവണ ബസ് ഉടമകൾ കടന്നതാണ്. ആ ഒരു വിഷയം അനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ എല്ലാവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ബസ് നിരക്ക് ഉള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അപ്പോൾ എന്ത് ന്യായമാണ് വീണ്ടും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത്. അല്ല, അത് അദ്ദേഹം പറഞ്ഞത് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലെ
ഇതിനേക്കാൾ കൂടുതൽ യാത്രാ നിരക്കാണ് നടക്കുന്നത്. അവിടെ ഏതാണ്ട് കുറച്ച് സിറ്റി ബസ്സുകളിൽ മാത്രം കുറച്ച് യാത്രാ ഇളവ് നൽകിയിട്ട് ബാക്കി എല്ലാ ബസ്സുകളിലും വലിയ യാത്രാ നിരക്കാണ്. പരിശോധിക്കണം. ഞാൻ പാലക്കാട് താമസിക്കുന്ന ആളാണ്. അവിടുന്ന് വാളയാറിന് അപ്പുറം കോയമ്പത്തൂർ തമിഴ്നാട് സംസ്ഥാനമാണ്. ഞങ്ങൾ അവിടെ പലതവണ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ കൃത്യമായ കണക്കുകൾ എടുത്തിട്ടില്ല. ഇവിടെ 2.5 കിലോമീറ്ററാണ് സ്റ്റേജിന് നിശ്ചയിച്ചെങ്കിൽ അവിടെ 2 കിലോമീറ്ററാണ്. പിന്നെ മറ്റൊരു കാര്യം അവിടെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് 12+2 വരെയുള്ള വിദ്യാർത്ഥികൾക്കും സർക്കാർ ബസ്സിൽ മാത്രമാണ് അവിടെ സൗജന്യം. ഇവിടെ സർക്കാർ ബസ്സിൽ ഒരു സൗജന്യം കൊടുക്കാതെ ഈ സൗജന്യം മുഴുവൻ സ്വകാര്യ ബസ്സുകളുടെ മേലെ കെട്ടിച്ചേർക്കുന്ന സംസ്ഥാനമാണ് കേരളം. അന്യ സംസ്ഥാനങ്ങളിലുമായിട്ട് നമ്മൾ താരതമ്യേക്കാൾ ഉപരി ഈ വ്യവസായം ഇവിടെ നിലനിന്ന് പോകണോ എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും. പൗരന്മാരുടെ യാത്രാ നിരക്ക് വർധന എന്ന് പറഞ്ഞാൽ അന്ന് പഴയ കാലത്തൊക്കെ വിദ്യാർത്ഥികൾ അതാത് അടുത്ത് 1-2 കിലോമീറ്റർ 4-5 കിലോമീറ്റർ ദൂരം മാത്രം യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ വിദ്യാർത്ഥികളെ യാത്രാ നിരക്കുന്ന കാര്യത്തിലൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ ജനങ്ങളെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ ഞങ്ങൾ അത്ര പിടിക്കാറില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല. ഇന്ന് വിദ്യാർത്ഥികൾ മാത്രമാണ് ബസ്സിൽ. യാത്രക്കാർ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആളുകൾ ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്തവർ എത്ര ആളുകളുണ്ടെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. നിങ്ങൾ മാധ്യമ പത്രം വിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കണം. സ്വകാര്യ ബസ്സുകളിൽ ഇപ്പൊ രാവിലെയും വൈകുന്നേരവും അതിന്റെ ഇടക്കാലങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ മാത്രമാണ്. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടു, ഇവിടെ പ്രായപരിധി നിങ്ങൾക്കറിയോ? ഞങ്ങളൊരു കൺസെഷൻ കാർഡ് ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പ് ചെയ്തൊരു കൺസെഷൻ കാർഡ് ഞങ്ങൾ പരിശോധിച്ചു. 54 വയസ്സായിട്ടുള്ള ഒരാൾ ഫുഡ് പ്രൊഡക്ഷൻ പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു കാർഡ് സമ്പാദിച്ചിട്ട് ഒരു ഹോട്ടലിൽ പൊറോട്ട അടിക്കാൻ പോവാ. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പ്രായപരിധി ഈ വിദ്യാർത്ഥികൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തും സമരം ഇതൊക്കെ ശരിയാണെങ്കിൽ ഒരു ചെറിയ ചോദ്യം കൂടി. സമരം ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ഗതാഗത മന്ത്രി പറയുമ്പോൾ സർക്കാരിന്റെ നിലപാട് ഇതിനകത്ത് വ്യക്തമാണല്ലോ. അപ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകുക എന്നുള്ളതിനർത്ഥം പൊതുജനങ്ങൾക്ക് കൂടി ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് ഒരു പണിമുടക്ക് വരാനിരിക്കുന്നു എന്നുള്ളതാണല്ലോ. അതിൽ ഉറച്ചു നിൽക്കണം എന്ന് എങ്ങനെ ബസ് ഉടമകൾക്ക് സ്വയം നീതീകരിക്കാനാവും? ഞങ്ങൾ സമരത്തെ ന്യായീകരിക്കുക എന്നുള്ള സമരം ഒരിക്കലും ന്യായീകരിക്കപ്പെടുന്നതല്ല. ഞങ്ങളുടെ യാത്രക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിന് അവർ കൂടുതൽ വേറെ മറ്റ് വാഹനങ്ങളിലേക്ക് യാത്രാ സൗകര്യം മാറ്റുന്നതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതിന്റെ വിഷയം എന്താ വെച്ചാൽ ഈ ബസ് വൈകുന്നേരം വരെ ഓടി അതിന് ഡീസൽ അടിക്കാനും അതിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനുള്ള പണം ലഭിച്ചില്ലെങ്കിൽ ഇത് എന്നേക്കുമായി ഇല്ലാതെയാവും. ബസ് ഓണേഴ്സ് ഫെഡറേഷൻ ഭാരവാഹി ശ്രീ പി ഗോപിനാഥാണ് സംസാരിച്ചത്. ഏതായാലും ഈ വിഷയത്തിനകത്ത് സമരത്തെ ന്യായീകരിക്കാനാവില്ല എന്നൊരു നിലപാട് സർക്കാർ എടുത്തിട്ടുണ്ട്. പക്ഷേ സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല എന്ന് ബസ് ഉടമകൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ജൂൺ 7 മുതൽ പൊതുജനങ്ങൾക്ക് വലിയ ദുരിതമാകുന്ന രീതിയിലേക്ക് സ്വകാര്യ ബസ് പണിമുടക്ക് തന്നെ മുന്നിൽ വന്നു നിൽക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. ന്യൂസ് റൂം ലൈവ് ഇടവേളയിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം ഇടവേളയ്ക്ക് ശേഷം കാണാം ആരോഗ്യ കേരളം എന്ന് അഭിമാനിക്കപ്പെടുന്ന സംസ്ഥാനത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അതിദയനീയമായിട്ടുള്ള ദൃശ്യങ്ങൾ. ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കാഴ്ചകൾ. അതീവ ദുരിതമായിട്ടുള്ള ജീവിതത്തിലാണ് രോഗികൾ. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പല രോഗികളും കഴിയുന്നത്. 6-ാം വാർഡിൽ നിന്നുള്ള ദുരിതക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മൂട്ടകൾ നിറഞ്ഞ കിടക്കകളിലാണ് രോഗികൾ കഴിയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കാഴ്ച അതീവ ദയനീയം തന്നെ. വൃത്തിഹീനമായിട്ടുള്ള കിടക്കകൾ, മൂട്ടകൾ നിറയുന്ന സാഹചര്യം രോഗികൾ തന്നെ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണെന്നുള്ളത് വ്യക്തമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. ഉമേഷ്, ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പറയുന്നത് എന്താണ്?
ഇത് ഒരാഴ്ച മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ്. ഒരാഴ്ച മുൻപ് മറ്റൊരു രോഗിയുടെ, ഈ കാണിക്കുന്ന രോഗിയുടെ അല്ല, മറ്റൊരു രോഗിയുടെ ബൈസ്റ്റാൻഡർ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ്. അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ആശുപത്രി സൂപ്രണ്ട് വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. പക്ഷേ മാസങ്ങളായി ഈ സർജറി വാർഡിൽ, അതായത് 6ാം വാർഡ് എന്ന് പറയുന്നത് സർജറി കഴിഞ്ഞ രോഗികളെ കിടക്കുന്ന വാർഡുകളാണ്. ഈ വാർഡിൽ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവിടെ രോഗികൾ കിടന്നിരുന്നത്. സാധാരണ അതിൽ പറയുന്ന അനൗദ്യോഗികമായി പറയുന്ന ന്യായീകരണം, സാധാരണഗതിയിൽ കൃത്യമായ ഇടവേളകളിൽ ഈ അണുനശീകരണം എല്ലാം ഈ വാർഡുകളിൽ ചെയ്തു പോന്നിരുന്നതാണ്. പക്ഷേ നിലവിൽ 5 വാർഡുകൾ റിനോവേഷന് വേണ്ടി, പുതുക്കി പണിയുന്നതിന് വേണ്ടി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അണുനശീകരണം നടത്തുന്ന സമയത്ത് ഈ വാർഡുകളിൽ രോഗികളെ കിടത്താൻ പാടില്ല. രോഗികളെ ഇവിടെ നിന്ന് മറ്റൊരു വാർഡുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് സാധാരണ ഈ അണുനശീകരണം നടത്താറുള്ളത്. പക്ഷേ ഇത്തരത്തിൽ മറ്റു വാർഡുകളിലേക്ക് മാറ്റാൻ ഇപ്പോൾ സ്ഥലമില്ലാത്ത ഒരു സാഹചര്യമുണ്ടായി. അതായത് റിനോവേഷന് വേണ്ടി പൊളിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ആ രോഗികളെ മാറ്റി അണുനശീകരണം നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നു. അതുകൊണ്ടാണ് അണുനശീകരണം നടത്താതെ തുടർന്ന് പോകേണ്ടി വന്നത് എന്നുള്ളതാണ്. പക്ഷേ രാത്രി നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രോഗി അതൊരു അത് ദൃശ്യങ്ങളിൽ കാണുന്ന രോഗി കാലിൻ്റെ മുറിവുമായി മെഡിക്കൽ കോളേജിൽ എത്തിയതാണ്. തിരുവനന്തപുരം സ്വദേശി തന്നെയാണ്. പക്ഷേ അവർ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഒരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. അപ്പോൾ പറയുന്നത് വളരെ ദുരിതമാണ്. ഓരോ കിടക്കുകളുടെയും അടിയിൽ സമാനമായ സാഹചര്യമുണ്ട്. രാത്രി ഈ വാർഡുകളിൽ കിടക്കുന്ന രോഗികൾ രാവിലെ എണീക്കുമ്പോൾ കൈകളും കാലുകളും പൂർണ്ണമായി ഒന്നുകിൽ ഈ ഇത്തരത്തിൽ ക്ഷുദ്രജീവികളോ അല്ലെങ്കിൽ പാറ്റ അടക്കമുള്ള ജീവികളോ കടിച്ച് അതിൻ്റെ ഒരു ക്ഷതവുമായിട്ടാണ് രാവിലെ പലപ്പോഴും എണീക്കാറുള്ളത്. പല രോഗികളും ഈ വാർഡുകളിൽ കിടക്കുന്നത് വലിയ സെഡേഷൻ, അതായത് സർജറി വാർഡ് ആയതുകൊണ്ട് തന്നെ സെഡേഷൻ എല്ലാം നൽകിയായിരിക്കും ഈ വാർഡുകളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗികൾ വലിയ രീതിയിൽ കയ്യിലും കാലിലുമെല്ലാം ഇത്തരം ക്ഷുദ്രജീവികൾ കടിച്ചാൽ പോലും അറിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്നും അനൗദ്യോഗികമായി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായി, അതായത് രോഗികളെ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ ഇതിനൊരു പരിഹാരം കാണുമെന്നുള്ള നിർദ്ദേശം നൽകുകയും എല്ലാ ബെഡുകളും താൽക്കാലികമായി ശുചീകരിച്ച് മാറ്റിക്കിടത്തുകയും ചെയ്തു. പക്ഷേ ദൃശ്യങ്ങൾ പറയുന്നത് ഒരാഴ്ച മുൻപുള്ള കാര്യമാണെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയായിരുന്നു ഏകദേശം 1 മാസത്തോളം രോഗികൾ അവിടെ കഴിഞ്ഞത്. ഞാൻ തിരികെ എത്താം. മുൻ ആരോഗ്യമന്ത്രി ശ്രീ VS ശിവകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ VS ശിവകുമാർ, ഒരാഴ്ച മുൻപുള്ള ദൃശ്യങ്ങളാണ് ഈ പുറത്തു വരുന്നത്. ഇത് മനസ്സിലാക്കിയിടത്തോളം പോസ്റ്റ് സർജറി വാർഡ്, അതായത് സർജറി കഴിഞ്ഞവരുടെ പ്രവേശിപ്പിച്ചിരിക്കുന്ന 6ാം വാർഡിനകത്താണ് ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ. ഇതിനകത്ത് നടപടി എടുത്തിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം. ഇത് ഒരാഴ്ച മുമ്പുള്ള ദൃശ്യങ്ങൾ. പക്ഷേ ഇത് കഴിഞ്ഞ 1-2 മാസമായിട്ട് തുടർന്നിരുന്ന ഒരു ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഇത് ഈ ആശുപത്രിയിലെ കാര്യങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ ഒരു പിടിപ്പുകേടാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാകുന്നതിനുള്ള സർക്കാർ തലത്തിലുള്ള ഏറ്റവും സൗകര്യങ്ങളുള്ള ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ്. അപ്പൊ ആ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഈ ഇത്തരത്തിൽ പോവുകയാണ്. പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികൾക്ക് പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും ഇത് ഇവർ ഒരാഴ്ചക്ക് മുമ്പ് ഉള്ള അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. ഇത് വളരെ കൃത്യമായി ഈ കാര്യങ്ങളിൽ അവിടുത്തെ മാനേജ്മെന്റ് ആയിരുന്നാലും അല്ല അവിടുത്തെ ഈ ആശുപത്രി അധികൃതരായിരുന്നാലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇത് എന്തെങ്കിലും വാർത്ത വരുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു, അത് ആ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ചെയ്യും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നതല്ല. ഇതിനെ വളരെ കൃത്യമായിട്ട് അവലോകനം ചെയ്യുന്നതിനും അതിലേക്ക് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നതിനും അവിടുത്തെ ഒരു ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനമുണ്ട്. അവർ ഈ കാര്യങ്ങൾ ചെയ്യണം. ഇതിന് ഡയറക്ഷൻ കൊടുക്കേണ്ടുന്ന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ പിന്നെ അവിടുത്തെ പ്രവർത്തനം കുറിച്ച് വിലയിരുത്തുന്നതിന് ഒരു ടൈംലി ആയിട്ടുള്ള യോഗങ്ങൾ പറ്റുമെങ്കിൽ അത് മന്ത്രിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ തന്നെ വിളിച്ചു ചേർത്ത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവലോകനം ചെയ്യണം. അല്ലാതിരുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും ഇതാണ് നടക്കുന്നത്. ആരോഗ്യ മേഖലയിൽ നമ്മൾ വളരെയധികം പിന്നെ മുൻപന്തി നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള
ഖ്യാതിക്ക് ദോഷം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശ്രീ ബി എസ് ശിവകുമാർ, ദയവായി ഒരു അല്പസമയം കൂടെ നമുക്കൊപ്പം തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഐമയുടെ പ്രസിഡന്റ് ഡോക്ടർ സുൽഫി നുഹു നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ സുൽഫി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പോസ്റ്റ് സർജിക്കൽ വാർഡ് 6ാം വാർഡ്, സർജറി കഴിഞ്ഞവരുടെ 6ാം വാർഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. നിറയെ മൂട്ടകൾ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൽ നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷെ 1-2 മാസമായിട്ട് ഈ ഒരു സാഹചര്യമാണ് അവിടെ നിലനിന്നിരുന്നത് എന്ന് പറയുമ്പോൾ അതെത്രത്തോളം കൺസേൺ ഉള്ള ഒരു കാര്യമായിട്ടാണ് താങ്കൾ കണക്കാക്കുന്നത്? ഇത്തരം ഈ ആശുപത്രികളിലെല്ലാം തന്നെയും സർക്കാർ മേഖലയിലുള്ള ആശുപത്രികളിലൊക്കെ തന്നെയും നമുക്ക് കൃത്യമായ വളരെ ശുചിത്വമുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് നമുക്ക് റെഗുലറായിട്ടുള്ള ചെക്കിങ്ങിലൂടെയും റെഗുലറായിട്ട് നമുക്കൊരു യൂഷ്വലി ഒരു ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു റൗണ്ട്സ്, അതായത് പരിശോധിക്കാനുള്ള കൃത്യമായ മാസങ്ങളിൽ അല്ലെങ്കിൽ ഇന്റർവെല്ലുകൾ വിലയിരുത്തുന്ന ഒരു സംവിധാനം എല്ലാ സർക്കാർ ആശുപത്രികളിലും നിലവിലുണ്ട്. അപ്പൊ അത്തരം ഒരു റൗണ്ട്സ് എടുക്കുകയും അതിൽ എന്തെങ്കിലും വൃത്തിഹീനമായ അന്തരീക്ഷം കാണുക, മറ്റു കാര്യങ്ങൾ ഉണ്ടാവുക, അത് റിപ്പോർട്ട് ചെയ്യുകയും അതിന് പരിഹാരം ഉണ്ടാകുന്ന മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും ആ മേഖലയിൽ ഒരു കൂടുതൽ ഉത്സാഹവും കൂടുതൽ ശ്രദ്ധയും ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ആവശ്യമാണ്. ഡോക്ടർ, ഇത് പോസ്റ്റ് സർജിക്കൽ വാർഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളൊക്കെ തള്ളിക്കളയാൻ പറ്റുന്നതാണോ? അബ്സല്യൂട്ട്ലി. ഇത് എല്ലാ വാർഡുകളിലും ഇൻഫെക്ഷൻ പോസിബിലിറ്റി കൂടുതലാണ്. പക്ഷെ നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളിൽ ഒക്കെ ഇത്തരം ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും. അതായത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകണം, പക്ഷെ അത് നിഷ്ക്രിയമായിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് താങ്കൾക്കുള്ളത്? അതായത് ആശുപത്രികളിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു അനുപാത നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കൃത്യമായ റൗണ്ട്സ്, അതായത് ഇത്തരം വിലയിരുത്താൻ വേണ്ടിയിട്ട് അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുടെ റൗണ്ട്സ് കൃത്യമായി എല്ലാ തവണയും എല്ലാ ആശുപത്രികളിലും നടക്കാറുണ്ട്. അത് കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വളരെ നന്ദി. ഡോക്ടർ സുൽഫി പ്രതികരിച്ചത്. ഒരിക്കൽ കൂടി ശ്രീ ബി എസ് ശിവകുമാർ, ആരോഗ്യ വകുപ്പുമായി ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് വീണ്ടും ചെല്ലുന്നു. ഉമേഷ്, കൂടുതൽ പേരെ അഡ്മിറ്റ് ചെയ്യേണ്ടതായ ഒരു സാഹചര്യമാണ് പൊതു ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളൊരു വിശദീകരണമാണല്ലോ സാധാരണ രീതിയിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുള്ളത് ഇത്തരം വിഷയങ്ങളെല്ലാം വരുമ്പോൾ പോലും. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെ തന്നെയാണോ ഇങ്ങനെ ഒരു സിസ്റ്റം ഫെയിലിയർ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കുന്നത്? ആദ്യം സാധാരണഗതിയിൽ വലിയ തിരക്കുള്ള വാർഡല്ല ഇത്. കാരണം 6ാം വാർഡിൽ ആവശ്യത്തിന് കിടക്കുകളുണ്ട്. സാധാരണ കൂടുതൽ രോഗികൾ വന്നാൽ തറയിലെല്ലാം കിടക്കുന്ന ഒരു സാഹചര്യം സാധാരണ മെഡിക്കൽ കോളേജിലുണ്ടെങ്കിലും 6ാം വാർഡിൽ അത്തരമൊരു സാഹചര്യം ഇല്ല. ആവശ്യത്തിന് കിടക്കുകളെല്ലാം ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഒരു ഭാഗം റെനോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അടിയന്തരമായി സൂപ്രണ്ട് ഇടപെട്ട് നിലവിൽ ഇപ്പോൾ രോഗികളെ മാറ്റാതെ തന്നെ ശുചീകരണം നടത്തിയല്ലോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. അത്തരത്തിൽ അടിയന്തരമായി സൂപ്രണ്ട് ഇടപെടുകയും അത് ശുചീകരണം നടത്തുകയും ചെയ്തു. പക്ഷേ അതിന് മുൻപുള്ള ദിവസങ്ങൾ, അതായത് ഒരാഴ്ചയ്ക്ക് മുൻപുള്ള ദിവസങ്ങളിൽ രോഗികൾ കിടന്നത് ഇതേ രീതിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരം. എന്തായാലും അതുകൂടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വീഴ്ചകൾ ഓരോന്നായി എടുത്തു പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ കൂട്ടിരിപ്പ് ബൈസ്റ്റാൻഡർ ആത്മഹത്യ ചെയ്തിരുന്നു. ഒരാഴ്ചക്കിടെ നടക്കുന്ന 2ാമത്തെ ആത്മഹത്യയാണ്. കഴിഞ്ഞ ഞായറാഴ്ച മറ്റൊരു രോഗി തന്നെ, വയോധികനായ ഒരു രോഗി തന്നെ ഒരു വാർഡിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ഇന്നലെ അത് റേഡിയോളജി വിഭാഗത്തിന് സമീപത്തായിരുന്നു ഇന്നലെ ഒരു രോഗിയുടെ ബന്ധു ആത്മഹത്യ ചെയ്തത്. ഈ രീതിയിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ചുള്ള അപര്യാപ്തത അത് നിരന്തരമായി ഉയർന്നു വരികയാണ്. സുരക്ഷാ സംവിധാനങ്ങളും ഈ രീതിയിലുള്ള ശുചിത്വവും സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഓരോ ദിവസവും കഴിയുന്നതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കിടെ 2 പേർ, അതായത് ഞായറാഴ്ച ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു, ഇന്നലെ മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുന്നു. ഈ രീതിയിൽ കൃത്യമായ സ്ഥലങ്ങളിൽ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ പോലും കൃത്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിട്ടുന്നില്ല. അല്ലെങ്കിൽ അധികൃതരുടെ അനാസ്ഥ ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമേഷ്, ഈ പരാതികൾ ഉയർന്നതിനു ശേഷം ഇത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്ന് രോഗികൾ പറയുന്നുണ്ടോ? അതോ ഇതൊരു പേരിന് അണുനശീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള രീതിയിലാണോ? അതൊരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്കുള്ള ഒരു വിഷയം ഇതിനകത്തുണ്ടോ? ഈ പറഞ്ഞ പോലെ ഒരു റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെനോവേഷൻ കഴിയുന്നത് വരെ ഇന്നല്ലെങ്കിൽ നാളെ ഈ സാഹചര്യത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങിപ്പോയേക്കുമെന്നുള്ളൊരു ആശങ്ക രോഗികൾക്കുണ്ടോ?
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റുട്ടീനായിട്ട്, അതായത് കൃത്യമായ ഇടവേളകളിൽ ഇത്തരത്തിൽ അണുനശീകരണം നടത്തി പോന്നിരുന്നതാണ്. അതിനാണ് ഈ റിനോവേഷൻ കാരണം ഒരു തടസ്സമുണ്ടായത്. റിനോവേഷൻ്റെ പേര് പറഞ്ഞ് ഒരു തടസ്സം സൃഷ്ടിച്ചത്. എന്തായാലും ആ റിനോവേഷൻ്റെ പേര് പറഞ്ഞുള്ള തടസ്സം സൃഷ്ടിച്ച് അത് കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ അത് പരിഹരിക്കാൻ ഈ റിനോവേഷൻ്റെ ന്യായീകരണം പറഞ്ഞ് ഇതുവരെ പരിഹരിക്കാതിരുന്നവർ പരിഹരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതായത് വേണമെങ്കിൽ പരിഹരിക്കാം എന്നുള്ള ഒരു വസ്തുതയുണ്ട്. എന്തായാലും ഈ ഇത്തരത്തിൽ കുറ്റജീവികളുടെയും എലികടിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ് സർജറി കഴിഞ്ഞ ഒരു രോഗിയെ എലികടിച്ച വാർത്ത നമ്മൾ തന്നെ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്തരത്തിൽ അത് ഒറ്റപ്പെട്ട സംഭവമല്ല, നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഭവമാണ്. എന്തായാലും ഇനിയും കൃത്യമായ ഇടവേളകളിൽ അണുനശീകരണം നടത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ സ്വാഭാവികമായും ഈ ഇത്തരത്തിൽ പാറ്റയാണെങ്കിലും മുട്ടയാണെങ്കിലും എലികളാണെങ്കിലും എല്ലാം നിരന്തരമായി ഇനിയും വന്നുകൊണ്ടിരിക്കും. കാരണം ഇതൊരു രോഗികൾ ഭക്ഷണമടക്കം ഈ വാർഡുകളിൽ ഇരുന്ന് കഴിക്കുന്നതാണ്. സ്വാഭാവികമായി ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളടക്കം ആ ഭാഗങ്ങളിൽ ഉണ്ടാവും. അതെല്ലാം കഴിക്കാനും മറ്റുമെല്ലാം ഈ രീതിയിൽ നിരന്തരമായി ഇവിടെ ശുചിജീവികൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി അതുമായി ബന്ധപ്പെട്ട അണുനശീകരണം നടത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പോംവഴി. ഒറ്റ കാര്യം കൂടി ഉമേഷ്, ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ സുൽഫി അടക്കം പ്രതികരിച്ചത്, ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഒരു റൗണ്ട്സ് ഉണ്ടാകണം. ആ റൗണ്ട്സ് സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം എന്നുള്ളൊരു പരാമർശത്തിന് ആവശ്യമില്ല. അത്തരം ഒരു സിസ്റ്റം ഇപ്പോൾ ഇല്ല എന്ന് കരുതേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു റൂട്ടീൻ ഒരു റൗണ്ട്സ് അവിടെ നടക്കുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു ഹൈജീൻ പർപ്പസിലെങ്കിലും എന്നുള്ളൊരു സ്ഥിതി ഉണ്ടോ അവിടെ? സ്വാഭാവികമായി അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനെല്ലാം ഒരു കമ്മിറ്റി ഓരോ ആശുപത്രികളിലും രൂപീകരിക്കാറുണ്ട്. ഡോക്ടർമാർ അടങ്ങുന്ന കമ്മിറ്റിയാണ്. അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ പരിശോധിക്കേണ്ടതിരിക്കുന്നു. കാരണം മറ്റു വാർഡുകളിലെ സ്ഥിതി ഭിന്നമായിരുന്നില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യാസമായിരുന്നില്ല. ചില വാർഡുകളിൽ സമാനമായ സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് അവിടുത്തെ ജീവനക്കാർ തന്നെ ഔദ്യോഗികമായി നമ്മോട് പറഞ്ഞത്. ആ രീതിയിൽ കൃത്യമായി ഈ ശുചീകരണം അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ട കമ്മിറ്റികളെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളവർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. റൈറ്റ്. ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 6ാം വാർഡിൽ നിന്നുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡായിട്ടുള്ള 6ാം വാർഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ഒരാഴ്ച മുൻപുള്ള ദൃശ്യങ്ങളാണ്. ഈ വിഷയം പരിഹരിച്ചിട്ടുണ്ട് എന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിലാണല്ലോ 1-2 മാസത്തോളം രോഗികൾ കഴിഞ്ഞത് എന്നുള്ള വലിയ ചോദ്യം അവിടെയുണ്ട്. പ്രത്യേകിച്ച് അതൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡായതുകൊണ്ട്. രമേശ് ബാലകൃഷ്ണനാണ് റിപ്പോർട്ട് നൽകിയത്. ന്യൂസ് റൂം ലൈവ് തുടരും. കൂടുതൽ വാർത്തകളുമായിട്ട് വേണം. പാലക്കാട് കൈക്കൂലി കേസിൽ അറസ്റ്റിലായ വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിനെ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. വിജിലൻസ് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. സംഭവത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി വി അരുണും ടി ജി സജിത്തും നമുക്കൊപ്പം ചേരുന്നു. സജിത്ത്, ഉന്നതതല അന്വേഷണത്തിലേക്ക് കടക്കുന്നു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. ഇത് ഏത് രീതിയിലാണ് സർക്കാർ കാണുന്നത്? വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ 1 മാസത്തോളം എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നുണ്ട്. ഒരു ചെറിയ പരാതിയിൽ നിന്ന് ഒരു വലിയ സമ്പത്ത് കണ്ടെത്തുന്ന രീതിയിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലേക്കുള്ള കണ്ടെത്തലുകൾ വരുമ്പോൾ അത് എത്രത്തോളം ഗൗരവമായിട്ടാണ് സർക്കാർ കാണുന്നത്? അരുൺ, ഞാൻ സജിത്തിലേക്ക് വരാം. സജിത്ത്, അതിനു മുൻപ് അരുൺ, ഉന്നതതല അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഏത് രീതിയിലാണ്? അപർണ, ഇത്തരത്തിലൊരു വില്ലേജ് അസിസ്റ്റന്റിനെ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം എന്നത് ശരിക്കും സർക്കാർ കേന്ദ്രങ്ങളെ ഞെട്ടിച്ച വിവരമാണ്. അതുകൊണ്ടാണ് അത്തരമൊരു അന്വേഷണം ഏത് സാഹചര്യത്തിൽ ഇയാൾ ഇത്രയധികം പണമുണ്ടാക്കിയെന്ന കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് റവന്യൂ മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. റവന്യൂ വകുപ്പിന് കീഴിലാണ് ഇയാൾ ജോലി. അതുകൊണ്ട് തന്നെ സമഗ്ര അന്വേഷണം വേണം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിക്കാനാണ് റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റൈറ്റ്. ഞാൻ തിരികെ എത്താം അരുണിലേക്ക്. സജിത്ത്, വിജിലൻസ് നേരത്തെ തന്നെ ഇത് നിരീക്ഷണത്തിന്റെ പരിധിയിലായിരുന്നു ഇയാൾ എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇത് എത്രത്തോളം ഗൗരവമായി കണക്കാക്കുന്ന ഒരു കേസായി മാറുന്നു? അതോടൊപ്പം തന്നെ ഇത് ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു നിഗമനം തന്നെയാണോ ഉള്ളതും? ആ തരത്തിലാണ് അന്വേഷണം പോകുന്നത്. അപർണ, ഈ സുരേഷ് കുമാർ എന്ന വ്യക്തി ഇത്തരമൊരു പ്രകൃതക്കാരനായിരുന്നു എന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നില്ല സുരേഷ് കുമാറിൻ്റേത്. ഒരു വില്ലേജ് അസിസ്റ്റൻ്റാണ്.
താഴേക്കിടയിൽ ഒരു വില്ലേജ് ഉദ്യോഗസ്ഥൻ അഴിമതി അല്ലെങ്കിൽ കൈക്കൂലി നടത്തിയാൽ അത് ചെറിയ തുകയുടേതായി മാറുന്ന സാഹചര്യം, അതാണ് നമ്മൾ പൊതുവിൽ കണ്ടിരുന്നത്. പക്ഷേ ഈ വിജിലൻസിൻ്റെ ഒരു മാസത്തിലേറെയായി നടത്തിയ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇന്നലെ ഇത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകളിലേക്കും അറസ്റ്റിലേക്കും വിജിലൻസ് നീങ്ങിയത്. അതാവട്ടെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിലേക്കാണ് വഴിവെച്ചതും. കാരണം 35 ലക്ഷം രൂപ ഒരു വ്യക്തി, ഒരു വില്ലേജ് അസിസ്റ്റന്റ് സ്വന്തം മുറിയിൽ, ആ മുറി എന്ന് പറയുന്നത് 2500 രൂപ മാത്രം മാസ വാടകയുള്ള ഒരു ചെറിയ മുറിയാണ്. അവിടെ മണ്ണാർക്കാട് മാർക്കറ്റിന് എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിലെ ഒരു മുറിയാണ്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അത്തരം മുറിയിൽ ഇങ്ങനെ പണം സൂക്ഷിച്ചിരുന്നു എന്നാണ്. പല കാലങ്ങളിലായി ശേഖരിച്ച പണം അവിവാഹിതനായ സുരേഷ് കുമാർ ആ വീട്ടിൽ പഴയ കവറുകളിലും മറ്റുമായി പൊടി പിടിച്ച നിലയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, ഈ സുരേഷ് കുമാറിൻ്റെ ഒരു പ്രകൃതം പരിശോധിക്കുമ്പോഴാണ് മറ്റ് ചില കാര്യങ്ങളും മനസ്സിലാവുന്നത്. പണമായി മാത്രമല്ല, കിട്ടുന്ന വസ്തുക്കളെല്ലാം കൈക്കൂലിയായി വാങ്ങുന്ന സ്വഭാവക്കാരനായിരുന്നു സുരേഷ് കുമാർ. അത് ഷർട്ടാവട്ടെ അല്ലെങ്കിൽ തേനാവട്ടെ അങ്ങനെ മറ്റു വസ്തുക്കളെല്ലാം കൈക്കൂലിയായി സ്വീകരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു സുരേഷ് കുമാർ എന്നതാണ്. ഒരു തരത്തിലും സുരേഷ് കുമാറിനെ ആർക്കും സംശയിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. കാരണം പലപ്പോഴും ഈ ചെറിയ മുറി, അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന ആ മുറിയിൽ നിന്നും മുറി പൂട്ടിപ്പോലുമല്ല അദ്ദേഹം പുറത്തു പോകാറുള്ളത്. അങ്ങനെ ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാതെ ഒരു വാഹനവും സ്വന്തമായി ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു സുരേഷ് കുമാർ. ഇതായിരുന്നു സുരേഷ് കുമാറിനെ കുറിച്ച് പൊതുവിലുണ്ടായിരുന്ന ഒരു ഇമേജ്. ഒടുവിൽ ഈ വിജിലൻസിൻ്റെ നിരീക്ഷണമാണ്, ഒരു മാസത്തിലധികമായുള്ള നിരീക്ഷണമാണ് പിന്നീട് അറസ്റ്റിലേക്കും ഈ കണ്ടെത്തലുകളിലേക്കും എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ സുരേഷ് കുമാറിനെ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അവിടെ ഈ കേസിൻ്റെ നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ്. സുരേഷ് കുമാറിനെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് വിജിലൻസിൻ്റെ നീക്കം. എന്തായാലും ഈ കേസിൽ തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവും. അപർണ സൂചിപ്പിച്ചതുപോലെ സുരേഷ് കുമാർ മാത്രമാണോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, മറ്റ് ബന്ധങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണത്തിലേക്ക് പോവേണ്ടതുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് തന്നെ ഇത്ര വലിയ തരത്തിലുള്ള പണസമാഹരണം നടത്താൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ അത് എത്ര നാളുകൊണ്ട് നടത്തിയതാണ്? എന്ത് ഇടപാടാണ് ഇദ്ദേഹം നടത്തിയിരുന്നത്? അല്ലെങ്കിൽ ഇത്ര വലിയ തുക പ്രതിഫലമായി ലഭിച്ചപ്പോൾ എന്ത് ജോലിയാണ് ഇയാൾ നിർവഹിച്ചു കൊടുത്തിരുന്നത്? തുടങ്ങിയ കണ്ടെത്തലുകളിലേക്കും തീർച്ചയായും പോവേണ്ടതുണ്ട്. ഒപ്പം മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന ഒരു അദാലത്തിൻ്റെ സൈഡിൽ വെച്ച് ഇത്തരം ഒരു തട്ടിപ്പ്, ഇത്തരം ഒരു കൈക്കൂലി ക്രമക്കേട് നടത്താൻ ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായി എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഉയർന്ന ഏതൊക്കെ ബന്ധം ഇക്കാര്യത്തിലുണ്ട് തുടങ്ങിയ അന്വേഷണങ്ങളിലേക്കുമൊക്കെ വരും ദിവസങ്ങളിൽ കടക്കേണ്ടി വരും. എന്തായാലും റവന്യൂ വകുപ്പ് ഇതിനെ ഗൗരവത്തോടെയാണ് കാണുന്നത്. റവന്യൂ മന്ത്രി ഉന്നതതല അന്വേഷണം ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചു. ഞാൻ തിരികെ എത്താം സജിത്ത്. ഇപ്പോൾ പ്രോപ്പർ ചാനലിന്റെ ശ്രീ എം കെ ഹരിദാസ് നമുക്ക് പഞ്ചിരുന്നു. ശ്രീ എം കെ ഹരിദാസ്, വേലി തന്നെ വിളവ് തിന്നുന്നു എന്നുള്ളതിന്റെ വികൃതമായിട്ടുള്ള ഒരു ഉദാഹരണം. ഇതൊരു വ്യക്തി കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്ന ഒരു കടുത്ത അഴിമതി, ഒരു ചെറിയ പരാതിയിൽ നിന്നൊരു വലിയ അന്വേഷണത്തിലേക്ക് കടക്കേണ്ട ഒരു സ്ഥിതി. അങ്ങനെ ആണോ ഇതിനെ കാണുന്നത്? അതോ വലിയൊരു ഒരു പിടിപ്പുകേട് സർക്കാർ തലത്തിൽ, ഭരണകൂട തലത്തിൽ ഉണ്ടായിട്ടിരിക്കുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ കൈക്കൂലി വാങ്ങലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഒരു മാഫിയയുടെ ഒരു ചെറിയ കണ്ണിയാണ് ഇപ്പൊ ഈ മണ്ണാർക്കാട് ഈ നടന്നിരിക്കുന്ന സംഭവം എന്ന് വേണം കണക്കാക്കാൻ. ഞാൻ പറയണത് അപർണവും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ 2006 ഒരു സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥനെ ഒരു 25,000 രൂപ കൈക്കൂലി എന്റെ കൈകൊണ്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോ ഒരു വലിയ ഒരു റവന്യൂ റിക്കവറിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ആ പൈസ അദ്ദേഹത്തിന് കൊടുത്ത് രാത്രി അദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ 500 രൂപ കുറവുണ്ട് എന്നാണ്. അപ്പൊ കൈക്കൂലിക്ക് പോലും കണക്ക് പറയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഇന്ന് തുടങ്ങിയിട്ടുള്ളതല്ല. കേരളത്തിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് മാത്രം ജനങ്ങൾക്ക് സേവനം നൽകുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു വൃന്ദം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ മോട്ടോർ വാഹന വകുപ്പിൽ ഗൂഗിൾ പേയിലൂടെ കൈക്കൂലി വാങ്ങിയിട്ടുള്ള സംഭവം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 3 മാസം മുമ്പ് വാളയാർ ചെക്ക് പോസ്റ്റിലെ പഴവും പച്ചക്കറിയും അരിയും ഗോതമ്പും കൈക്കൂലി വാങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഇപ്പൊ ഇദ്ദേഹം തന്നെ ഈ കൈക്കൂലി കേസിൽ പിടിയിലായിട്ടുള്ള വ്യക്തി തന്നെ ഷർട്ടും മുണ്ടും കൈക്കൂലി വാങ്ങാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഇതിലത്തെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ നിരീക്ഷണത്തിലെ റവന്യൂ ഓഫീസുകൾ, താലൂക്ക് ഓഫീസും വില്ലേജ് ഓഫീസും മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാഫിയ ഇതിന്റെ പിന്നിലുണ്ട്. ഇവർക്ക് ഈ കൈക്കൂലി വാങ്ങിക്കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരായിട്ട് നിയോഗിച്ചിട്ടുള്ള ചായക്കടക്കാരും തൊട്ടടുത്ത വില്ലേജ് ഓഫീസുകളുടെ ആയാലും താലൂക്ക് ഓഫീസുകളുടെ ആയാലും അടുത്തുള്ള മാടക്കടകളൊക്കെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൊടുക്കുന്ന കൈക്കൂലി വിജിലൻസ് പിടിക്കുന്നത് കേവലം 1%. കാരണം
ഇവർ നേരിട്ട് ഈ പൈസ മേടിക്കുന്നില്ല. തൊട്ടടുത്ത ചായക്കടകളിലും തൊട്ടടുത്ത മാടക്കടകളിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി ഇവർ പിടിക്കപ്പെടുന്ന കേസുകളിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്ന മാർഗത്തെ കൂടി കുറിച്ച് അറിയണം. ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം വിജിലൻസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരം ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുകളുമായി കയ്യോടെ പിടികൂടുന്ന കേസുകളിലെ ശിക്ഷിക്കപ്പെടുന്ന കേസുകൾ കേവലം 25%. 75%ത്തിലും പരാതിക്കാർ പിന്മാറുന്ന ഒരു പ്രവണത കൂടി നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അവരുടെ ആർത്തി കൂടി വരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അപ്പൊ പിടിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെട്ട ഒരു സർവീസിൽ നിന്നും മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസർമാരുടെ ആയാലും താലൂക്ക് ഓഫീസർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇത്തരം കൈക്കൂലികളായാലും അതിനൊരു ശമനം വരും. കാരണം ഇവരെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ട്രേഡ് യൂണിയനുകൾ, ഓരോ സർക്കാർ ജീവനക്കാരും ഓരോ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരും ജോലി ചെയ്യുന്ന ഒരു ട്രേഡ് യൂണിയന്റെ തണലിലാണ്. അപ്പൊ അവര് രംഗത്ത് വരും, അവരെ രക്ഷപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അതിനുള്ള നേരമുള്ള സമയമല്ല. അപ്പൊ ഇത് ഒരു കേവലം പറഞ്ഞില്ല, ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം തൊട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ ഈ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അരിയായിട്ടും പഞ്ചസാരയായിട്ടും മണ്ണെണ്ണയായിട്ടും കൈക്കൂലി വാങ്ങിക്കൊണ്ട് ജനങ്ങൾക്ക് സേവനം നൽകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നത് സർക്കാർ അതിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ. തീർച്ചയായും വളരെ നന്ദി. ശ്രീ എം കെ ഹരിദാസാണ് പ്രതികരിച്ചത്. ഈ വിഷയത്തിനകത്ത് ന്യൂസ് റൂം ലൈവ് തുടരും. AI ക്യാമറ നിരീക്ഷണത്തിൽ നിന്ന് തൽക്കാലം കുട്ടികളെ ഒഴിവാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം